താഴോട്ട് പോരുന്നുണ്ടേ ഓലോ തമ്പ്രാനാണ് കിനാവിന്റെ
ഓടിവാ അവിടെ ഇരുന്നില്ലേ ഓടിവാ മോളെ അമ്മോച്ചി ഇത് കൊടുക്കാനാണ് ഞാൻ അനിയത്തിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് കുറെ പ്രാവശ്യം ഇതിൽ പോയതെന്നാ. കാരണം അതിൽ എക്സ്പേർട്ട് ആയ പോലെ എനിക്ക് തോന്നിയത്. അതെ, നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഇവര് മക്കളായിക്കോട്ടെ അടിപൊളിയായിട്ട്. പ്രായമുള്ള ആളുകൾ വേറെ തന്നെ, എല്ലാം നമ്മളോട് ഒരു വേറെ ആ ഒരു വൈബില് അടിപൊളിയായിട്ട്. കുട്ടികളെ ആ ഒരു രീതിയിൽ കുട്ടികളെ ആ രീതി അടിപൊളിയായിട്ട് ശാലുമാവും മക്കളും ഞങ്ങൾക്ക് ഞങ്ങളിൽ ഒരാളായി തന്നെയാണ് തോന്നിയത്. ചിപ്പിനങ്ങളുമായിട്ട് മെസ്സേജ് അയച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കാണാൻ. ഞാൻ ഇവർക്കൊക്കെ എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുക്കലുണ്ടായിരുന്നു. നല്ല ഡീലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെന്തോ ഒരു ടെൻഷൻ അറിയാത്ത ആൾക്കാരെ കൂടെ പോകില്ലേ, അപ്പൊ ആ ഒരു ടെൻഷൻ വെച്ച് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അപ്പം റിപ്ലൈ ആയിപ്പോ ആ ഒരു ടെൻഷൻ നമുക്ക് മാറും. എനിക്ക് ഭയങ്കര നിങ്ങളെ കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് സത്യമായിട്ട്. എന്താ അപ്പൊ ഞാൻ ഇവരോടൊക്കെ ഞാൻ പറയലുണ്ട്, എനിക്ക് നല്ല അടിപൊളിയൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും ആൾ ഓക്കെ ആണ്, നമുക്ക് സമ്മതിച്ചു തരുന്നുണ്ടല്ലോ എന്നൊക്കെ. ഏതായാലും മൊത്തത്തിന് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോ നാളെ ഏതായാലും പിരിഞ്ഞു പോകണല്ലോ എന്ന് സങ്കടമേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമായി. പുതിയ ഫ്രണ്ട്സിനെ പറയുകയും ഞാൻ റീസെന്റ് വന്ന് വിട്ടതാണ്. ഒരു ദിവസം ഡ്യൂട്ടിന്റെ ഇടയിൽ ടീ ബ്രേക്കിന്റെ സമയത്ത് ഫർസാൻ അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പൊ എൻജോയ് ചെയ്തില്ല ട്രിപ്പ്, എല്ലാം കൊള്ളായിരുന്നു. ഒരു ഡിസ്റ്റൻസ് തോന്നിയില്ല. പിന്നെ ഒരു എന്താ പറയാ ഇങ്ങനെ വരുമ്പോ സന്തോഷമുണ്ടായിരുന്നു. ഞാന് പിന്നെ ഒരു ഫോട്ടോ എടുത്തപ്പോ അവര് പറഞ്ഞപ്പോ ചെറുപ്പയില് വളർന്ന് ഞാൻ പറഞ്ഞു ഈ ടീമിനെ കൂടെ എന്നെ പോകാൻ എന്താറിയില്ല. അതേപോലെ എന്റെ പൊന്നെ മക്കളെ കിട്ടിയിട്ടു മാഷാഅല്ല. അത് പിന്നെ നമ്മളെന്താണോ അതാണ് മക്കളിൽ പ്രതിഫലിക്കുക. അതാണ് ഒന്നുമല്ല. ഏതായാലും മാഷാഅല്ല ഇനിയും ഒരുപാട് നല്ല ട്രിപ്പുകളല്ലേ. പിന്നെ ഇനിയും പിന്നെ നല്ല നല്ല ട്രിപ്പുകൾ കിട്ടട്ടെ. ഇനി ഇങ്ങനെ നമ്മളെ ട്രിപ്പിന് ചാൻസ് ഉണ്ടെങ്കിൽ ഇൻഷാഅല്ലാഹ് എല്ലാവരും മാമിനെ തന്നെ കോൺടാക്ട് ചെയ്യുള്ളൂ.
അശ്വൊക്കെ നല്ല ഉഷാര